ആഗോള കത്തോലിക്ക സഭയുടെ തലവനായിരുന്ന പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളാണ് ആളുകളുടെ ഇടയിലുള്ളത്. പോപ്പിന്റെ മരണാനന്തര ചടങ്ങുകൾ എങ്ങനെയാണ് നടത്തപ്പെടുക, പുതിയതായിട്ടുള്ള പോപ്പിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക, ആരെയാണ് പുതിയ പോപ്പായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്നത്, എത്ര ദിവസത്തിനുള്ളിൽ പുതിയ മാർപ്പാപ്പ ഭരണം ഏറ്റെടുക്കും തുടങ്ങി ഒരുപാട് സംശയങ്ങൾ ആളുകൾക്കുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ വളരെ പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നത്. മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം മാർപ്പാപ്പയുടെ സംസ്കാരം അടുത്ത 4 മുതൽ 6 ദിവസങ്ങൾക്കുള്ളിലാണ് നടത്തപ്പെടുന്നത്. സാധാരണയായിട്ട് നമ്മുടെ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ഈ വരുന്ന ശനിയാഴ്ച, അതായത് ഏപ്രിൽ 26-ാം തീയതി ഇന്ത്യൻ സമയം 1:30 നടത്തപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നത്. എവിടെയാണ് മാർപ്പാപ്പയുടെ മൃതശരീരം സംസ്കരിക്കേണ്ടത് എന്ന് മാർപ്പാപ്പയ്ക്ക് നേരത്തെ തന്നെ തീരുമാനിക്കാനുള്ള ഒരു അധികാരം ഉണ്ടായിരുന്നു. സാധാരണയായി ഭൂരിഭാഗം പോപ്പുമാരുടെയും മൃതശരീരം സംസ്കരിച്ചിരിക്കുന്നത് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ തന്നെയാണ്. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ മൃതശരീരം സംസ്കരിക്കുന്നത് വത്തിക്കാന് പുറത്തുള്ള റോമിലുള്ള സെന്റ് മേരീസ് ബസലിക്കയിലാണ്. ഇദ്ദേഹത്തിന് മുമ്പ് മറ്റൊരു മാർപ്പാപ്പയെ അവിടെ സംസ്കരിച്ചിട്ടുള്ളത് 1669-ലാണ്. നമ്മളിപ്പോൾ ഈ വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശരീരം സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പൊതുദർശനത്തിനായിട്ട് വെച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് മാർപ്പാപ്പമാരുടെ മൃതശരീരം സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പൊതുദർശനത്തിനായിട്ട് വയ്ക്കാറുള്ളത്. എന്നാലും നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യം എടുക്കുമ്പോൾ ചെറിയ ചില മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മൃതശരീരം ഇതുപോലെ എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു പരന്ന പ്ലാറ്റ്ഫോമിന് പകരം ഓപ്പൺ ആയിട്ടുള്ള ഒരു കോഫിനുള്ളിൽ പൊതുദർശനത്തിന് വെക്കണമെന്നതാണ്. അതിന് പ്രകാരമാണ് ഇപ്പോൾ പൊതുദർശനത്തിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു കോഫിനകത്താണ് മൃതശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. ഇനി മൃതദേഹം സംസ്കരിക്കുമ്പോൾ സാധാരണയായിട്ട് 3 ലെയറായിട്ടുള്ള കോഫിനകത്താണ് മാർപ്പാപ്പയുടെ മൃതദേഹം സംസ്കരിക്കാറുള്ളത്. അതായത് സൈലസ്, ഓക്ക്, ലെഡ് എന്നിങ്ങനെ 3 തരം മെറ്റീരിയലോടുള്ള 3 ലെയറായിട്ടുള്ള പ്രത്യേകം തയ്യാറാക്കിയ കോഫിനകത്താണ് മാർപ്പാപ്പയുടെ മൃതദേഹം സാധാരണ സംസ്കരിക്കാറ്. എന്നാൽ ഇവിടെ ചെറിയ ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം ഈ ഒരുക്കങ്ങളൊന്നും വേണ്ട, സാധാരണഗതിയിലുള്ള മരം കൊണ്ടുള്ള ഒരു കോഫിൻ്റെ അകത്ത് തൻ്റെ ബോഡി സംസ്കരിച്ചാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞതിനാൽ അത്തരത്തിലൊരു ചടങ്ങാണ് ഇവിടെ നടത്താൻ പോകുന്നത്. മാർപ്പാപ്പമാരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അടിയന്തിരമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അവരുടെ അധികാര ചിഹ്നങ്ങൾ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. അതിൽ തന്നെ പ്രധാനമായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കയ്യിലെ മോതിരം എന്നുള്ളതാണ്. ഇതിനെയാണ് ഫിഷർമെൻസ് റിംഗ് എന്ന് പറയുന്നത്. ഇത് ഒന്നുകിൽ മോതിരം അങ്ങനെ തന്നെ നശിപ്പിച്ച് കളയുന്നു, അല്ലെങ്കിൽ മോതിരത്തിന്റെ മുൻപിൽ ആലേഖനം ചെയ്തിരിക്കുന്ന അധികാര ചിഹ്നം ഉരച്ചു കളയുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അധികാര ചിഹ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേപ്പൽ സീലാണ്. ഈ സീലും ഇതോടൊപ്പം തന്നെ നശിപ്പിച്ച് കളയുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. മാർപ്പാപ്പമാരുടെ അഭാവത്തിൽ മറ്റുള്ളവർ ഇത് ദുരുപയോഗം ചെയ്യുന്നത് തടയാവുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചെയ്യുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അദ്ദേഹം താമസിച്ചിരുന്ന പേപ്പൽ അപ്പാർട്ട്മെന്റ് അടച്ചുപൂട്ടി സീല് വെക്കുക എന്നുള്ളത്. ഇത് ചെയ്യുന്നത് പേപ്പൽ ഹൗസിന്റെ അകത്ത് വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള രേഖകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പേപ്പർ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കപ്പെടാതിരിക്കാനും മറ്റുള്ളവർ അത് ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിൽ ഇത് ക്ലോസ് ചെയ്യുന്നത്. പിന്നീട് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് അധികാരം കൈമാറ്റവും ചെയ്തതിന് ശേഷം ഇത് തുറന്ന് ആ മാർപ്പാപ്പയ്ക്ക് വേണ്ടി സജ്ജീകരിച്ചു കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. മാർപ്പാപ്പയുടെ മരണവിവരം ലോകത്തെ അറിയിക്കാൻ അധികാരപ്പെട്ടിരിക്കുന്നത് കോളേജ് ഓഫ് കാർഡിനൽസിന്റെ മേധാവിയായ ഡീൻ ഓഫ് കോളേജ് ഓഫ് കാർഡിനൽസിനാണ്. മരണവിവരം അനൗൺസ് ചെയ്യുന്നു, അതുപോലെ മീഡിയയെ അറിയിക്കുന്നു, അങ്ങനെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റൊരു പ്രഖ്യാപനം കൂടി അവർ നടത്തുന്നു. അതാണ് സെഡേ വാക്കന്റ്, അതായത് മാർപ്പാപ്പയുടെ സിംഹാസനം ഒഴിഞ്ഞിരിക്കുന്നു. സഭയെ നിലവിൽ നയിക്കാൻ ആരുമില്ല എന്നൊരു അർത്ഥം കൂടി അവിടെ വരുന്നുണ്ട്. മാർപ്പാപ്പയുടെ അഭാവത്തിൽ മാർപ്പാപ്പയുടെ ഉത്തരവാദിത്തങ്ങൾ തൽക്കാലം നിർവഹിക്കുന്നത് കർദിനാൾമാരുടെ കമ്മിറ്റിയാണ്. മാർപ്പാപ്പയുടെ മരണത്തിന് 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ കത്തോലിക്ക സഭയിലെ കർദിനാൾമാരെല്ലാവരും വത്തിക്കാൻ സിറ്റിയിലേക്ക് എത്തിച്ചേരുന്നു. നിലവിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 252 കർദിനാൾമാരിൽ 135 കർദിനാൾമാർക്കാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിൽ പങ്കെടുക്കാനുള്ള അവകാശമുള്ളത്. 80 വയസ്സിൽ താഴെയുള്ള കർദിനാൾമാരെയാണ് ഇതിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇതിൽ 4 പേര് ഇന്ത്യയിൽ നിന്നുള്ളവരാണ്, അതിൽ 2 പേര് മലയാളികളുമാണ്. കർദിനാൾമാർ എല്ലാവരും എത്തുന്നതോടെ പുതിയ മാർപ്പാപ്പയെ കണ്ടുപിടിക്കാനുള്ള കോൺക്ലേവ് ആരംഭിക്കുന്നു. കോൺക്ലേവ് എന്ന വാക്കിന്റെ അർത്ഥം ലോക്ക്ഡ് വിത്ത് എ കീ എന്നുള്ളതാണ്. വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പലിൽ 235ഓളം കർദിനാൾമാർ ഒരുമിച്ച് കൂട്ടുകയും ചാപ്പൽ അടച്ചുപൂട്ടുകയും അതീവ രഹസ്യ സ്വഭാവത്തോടെ പേപ്പർ ബാലറ്റ് വഴി വോട്ടിംഗ് നടത്തിയാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് ചാപ്പൽ പുറത്തുനിന്ന് അടച്ചുപൂട്ടുകയും ഈ കർദിനാൾമാർ പുറം ലോകവുമായി യാതൊരു വിധത്തിലും കണക്ഷനൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി അവർക്ക് മൊബൈൽ, ലാപ്ടോപ്പ് അങ്ങനെ തുടങ്ങിയ യാതൊരുവിധ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും ഉപയോഗിക്കാനുള്ള അവകാശവും അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നില്ല. അവർക്ക് പുറത്തുനിന്നുള്ള വാർത്തകൾ പോലും കാണാൻ സാധിക്കുന്നില്ല എന്ന് വേണം പറയാം. 2013 മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ കോൺക്ലേവിന്റെ ചുറ്റുപരിസരങ്ങളിൽ സിഗ്നൽ ജാമറുകൾ ഉപയോഗിച്ച് യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും വർക്ക് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിരുന്നു. ഇനി പുതിയൊരു ചോദ്യം വരുന്നത് ആരെയാണ് പുതിയൊരു മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. കത്തോലിക്ക സഭയുടെ നിയമപ്രകാരം മാമോദിസ സ്വീകരിച്ച പ്രായപൂർത്തിയായ ഏതൊരു പുരുഷനും മാർപ്പാപ്പയായി അധികാരമേൽക്കാൻ അവകാശമുണ്ട്.
പക്ഷേ സാധാരണയായി കർദിനാൾമാരുടെ ഇടയിൽ നിന്നുള്ള ഒരു കർദിനാളിനെ തന്നെയാണ് അടുത്തൊരു മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കാറുള്ളത്. പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ 1513 ലിയോ 10 എന്ന് പറയുന്ന ഒരു മാർപ്പാപ്പ ശരിക്കും പറഞ്ഞാൽ ഒരു വൈദികൻ പോലും ആയിരുന്നില്ല, അതായത് ഒരു പ്രീസ്റ്റ് പോലും ആയിരുന്നില്ല. അങ്ങനെയുള്ള വ്യക്തിയാണ് അന്നത്തെ സമയത്ത് ഒരു മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തത്. വോട്ടെടുപ്പിലൂടെയാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ എത്ര വോട്ട് കിട്ടിയാൽ ഒരാൾക്ക് മാർപ്പാപ്പയാകാം എന്നുള്ളൊരു സംശയം തീർച്ചയായും ഉയർന്നു വന്നേക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ മുഴുവൻ വോട്ടിൻ്റെയും 2/3 ഭൂരിപക്ഷം കിട്ടിയെങ്കിൽ മാത്രമേ ആ വ്യക്തിയെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. കോൺക്ലേവ് തുടങ്ങിയ ആദ്യത്തെ ദിവസം ഒരു വോട്ടെടുപ്പായിരിക്കാം ഉണ്ടാവുക. പിന്നീടുള്ള ദിവസങ്ങളിൽ 4 വോട്ടെടുപ്പ് വരെ എല്ലാ ദിവസങ്ങളിലും നടന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു മാർപ്പാപ്പയെ നമുക്ക് കണ്ടു കിട്ടിയേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ വരെ നീണ്ടുപോയ ചരിത്രവും നമുക്കുണ്ട്. ഓരോ വോട്ടെടുപ്പ് കഴിയുമ്പോഴും ഇവിടെ ഫലം എന്തായി എന്ന് പുറം ലോകത്തെ അറിയിക്കുന്നതിന് ഇവിടെ ഓരോ വോട്ടിന് ശേഷം കിട്ടുന്ന ബാലറ്റുകൾ ഒരുമിച്ച് ഒരു നൂലിൽ തുന്നിച്ചേർത്ത് ഒരു അടുപ്പിലിട്ട് കത്തിക്കുന്നു. ആ വോട്ടെടുപ്പിന്റെ ഫലം നെഗറ്റീവാണ്, ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ അവർക്ക് സാധിച്ചില്ല എങ്കിൽ ചില പ്രത്യേക രാസവസ്തുക്കളും ഈ അടുപ്പിലിട്ട് കത്തിക്കുകയും അതിന്റെ ഭാഗമായിട്ട് സിസ്റ്റീൻ ചാപ്പലിന്റെ ചിമ്മിണിയിൽ നിന്നും കറുത്ത പുക പുറത്തേക്ക് ഉയരുകയും ചെയ്യുന്നു. അത് കാണുന്ന ആളുകൾക്ക് ആ വോട്ടെടുപ്പിലൂടെ ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ള കാര്യം പുറം ലോകത്തിന് മനസ്സിലാവുന്നു. ഇനി ആർക്കെങ്കിലും 2/3 ഭൂരിപക്ഷം കിട്ടി പുതിയൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ബാലറ്റ് പേപ്പറുകൾ കത്തിക്കുന്നതോടൊപ്പം മറ്റു ചില രാസവസ്തുക്കളും ചേർത്ത് അടുപ്പിലിട്ട് കത്തിക്കുന്നു. അതിന്റെ ഫലമായി സിസ്റ്റീൻ ചാപ്പലിന്റെ ചിമ്മിണിയിൽ നിന്ന് വെളുത്ത പുക പുറത്തേക്ക് വരികയും ഞങ്ങൾക്ക് പുതിയൊരു നാഥൻ, പുതിയൊരു മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത പുറം ലോകത്തുള്ളിരിക്കുന്നവർ അറിയുകയും ചെയ്യുന്നു. ഇത് മാത്രവുമല്ല, ഇത്തരത്തിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയോട് പരമോന്നത പൊന്റിഫായി നിങ്ങളുടെ കാനോനിക തിരഞ്ഞെടുപ്പ് നിങ്ങൾ സ്വീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. അത് അദ്ദേഹം സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹം മാർപ്പാപ്പയായി അംഗീകരിക്കപ്പെടുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു പാപ്പാ നാമം അദ്ദേഹത്തെ കൊണ്ട് തന്നെ സ്വയം തിരഞ്ഞെടുക്കും. ഇതേ തുടർന്ന് പുതിയ മാർപ്പാപ്പ ഒരു വെളുത്ത വസ്ത്രമണിഞ്ഞ് സെന്റ് പീറ്റേഴ്സിന്റെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ട് ഹബേമൂസ് പാപ്പാം എന്ന് പ്രഖ്യാപനം നടത്തുന്നു. അതായത് നമുക്കൊരു മാർപ്പാപ്പയുണ്ട്. ഈ രീതിയിലുള്ള വലിയ ചടങ്ങുകളും പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ് ഒരു മാർപ്പാപ്പയുടെ മരണവുമായി ബന്ധപ്പെട്ടും മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടും സംസ്കാരവുമായി ബന്ധപ്പെട്ടും പുതിയൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ഇവിടെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഇതേക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് കൂടി വന്നേക്കാം.